ഞങ്ങളിതാ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പെട്ടെന്ന് ഒന്ന് ടി വി ഇട്ട് നോക്കുകയാണേ. വേറെ ഒന്നുമല്ല, ഇന്ന് കളിയുണ്ടല്ലോ, ക്രിക്കറ്റ് ഉണ്ട്. അപ്പോൾ ആർക്കാണ് ഫസ്റ്റ് ബാറ്റിംഗ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ടി വി ഇട്ട് നോക്കിയത്. പിന്നെ തൊട്ടടുത്തുള്ള പമ്പിൽ തന്നെ കയറിയിട്ട് 1000 രൂപയ്ക്ക് പെട്രോൾ ഒഴിച്ച് നമ്മൾ യാത്ര തുടങ്ങി. നമ്മൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ വന്നത് MG കോളേജിൻ്റെ ഫ്രണ്ടിൽ കുറേ കടകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണേലും വാങ്ങി കഴിക്കാം. അങ്ങനെ പാനിപ്പൂരി, ചോക്ലേറ്റിൻ്റെത്, ഷേക്സിൻ്റെത്, പിന്നെ പൊറോട്ട, ബീഫ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങളിന്ന് ഈ ചോക്കോബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിലാണ് കയറിയത്. കടയിൽ ഇങ്ങനെ തട്ട് പോലത്തെ ഇട്ടിരിക്കുന്നത്. അവിടുന്ന് സ്ട്രോബെറി ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു ഐറ്റത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. സ്ട്രോബെറി ഇരുന്നു, കുനാഫ ഇരുന്നു, ചോക്ലേറ്റ് ഒഴിക്കുന്നു, അങ്ങനെ അതിൻ്റെ ലെയറുകൾ ഇങ്ങനെ മാറി മാറി വരുന്നു. പിന്നെ ഒരു പച്ച കളർ സോസ്, പിസ്താഷ്യൂവിൻ്റെ അതാണെന്ന് തോന്നുന്നു, അതൊഴിക്കുന്നു. നല്ല ക്വാണ്ടിറ്റിയിൽ തരും. ഞങ്ങൾ 4 പേരും കൂടെ ഇത്രയും കഴിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രോബെറിയുടെ ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു, അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇതിന് മുന്നേ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് വേറൊരു ഐറ്റമാണ് കഴിച്ചത്, കേക്കൊക്കെ ഇട്ടിട്ട് ലെയർ ചെയ്തൊരു ഐറ്റം. അതും അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പം 4 പേർക്കൊക്കെ കൂടെ വേണമെങ്കിൽ നല്ലോണം കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഇതുവഴി പോകുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വലിയ റേറ്റും വരുന്നില്ല. അവിടുന്ന് ഞങ്ങൾ നേരെ കനാക്കുന്നിൻ്റെ ഫ്രണ്ടിൽ കൂടെ പിന്നെ ഇവിടെ കൂടെ വന്നേ മാനവീയം വീതിയുടെ അവിടെ ഒരു ആളെ വയലിനൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മയും അച്ഛനും കൂടെ പിള്ളേരെ കൊഞ്ചിക്കുന്ന കാഴ്ചയും അവർ നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കാണിക്കുകയാണ്. ശ്രീബാഗ് ഡ്രസ്സ് മാറാൻ പോയിക്കാണ്. ഈ സമയം കൊണ്ട് എനിക്കിത് മതി, ഇത് എനിക്ക് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ തന്നെ അതിനെ ബുക്ക് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. കിട്ടിയ പാടെ തന്നെ രണ്ടുപേരും കിട്ടിയ പാടെ തന്നെ എടുത്ത് ഇട്ടൊക്കെ നോക്കുകയാണ്, കറക്റ്റാണോ, ചേരുന്നുണ്ടോ എന്നൊക്കെ. ഇത് കഴിഞ്ഞ് നേരെ ഞാൻ ഡ്രസ്സ് മാറാൻ പോയി അമ്മയുടെ ഒരു നൈറ്റി എടുത്തിട്ടു. അതിട്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസം കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ വീട്ടിലെ മറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Bye.